എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് വായിക്കുന്നത്. അടുത്തിടെ പാകിസ്ഥാന്റെ 16ഓളം യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച രാജ്യം ഏത് രാജ്യമാണ്? അത് ഇന്ത്യയാണ്. പാകിസ്ഥാന്റെ 16ഓളം യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച രാജ്യം ഇന്ത്യയാണ്. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരാണ് ക്യൂപ്പർ. ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരെന്താണ്? ക്യൂപ്പർ. ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്റ്റാണ് ക്യൂപ്പർ. ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത് രാജ്യമാണ്? ലോകത്തിൽ ആദ്യമായി ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ചൈന. ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈനയാണ്. തവിട്ട് നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സ്ലോവാക്യ. തവിട്ട് നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? സ്ലോവാക്യയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ചൈന. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാം ഡോഗ് അവാർഡ് നേടിയ നായ ഏതാ? പാം ഡോഗ് അവാർഡ് നേടിയ നായയാണ് പാണ്ട എന്ന നായയാണ് 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാം ഡോഗ് അവാർഡ് നേടിയ നായയുടെ പേരാണ് പാണ്ട. ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താൻ അവകാശം നേടിയ രാജ്യം ഏതാ? പലസ്തീനാണ്. 2025 മെയിലെ ലോകാരോഗ്യ സംഘടനയിലെ പതാക ഉയർത്താൻ അവകാശം നേടിയ രാജ്യമാണ് അത് പലസ്തീൻ. 2025 മെയ് മാസത്തില് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗമായ രാജ്യമാണ് അൾജീരിയ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗമായ രാജ്യം ഏതാണ്? അൾജീരിയയാണ്. 2025 ലോക പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ലാ പ്രെൻസയാണ്. 2025 ലോക പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത് ലാ പ്രെൻസ. അത് നിക്കരാഗ്വൻ പത്രമാണ്. ലാ പ്രെൻസയാണ്. ലോക പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയ പത്രമാണ് ലാ പ്രെൻസ. ലൈഫ്സ് മാജിക് മൊമെന്റ്സ് എന്ന പുസ്തകം രചിച്ചതാരാ? ലൈഫ്സ് മാജിക് മൊമെന്റ്സ് എന്ന പുസ്തകം രചിച്ചത് റസ്കിൻ ബോണ്ടിന്റെ ബുക്കാണ് ലൈഫ്സ് മാജിക് മൊമെന്റ്സ് എന്ന പുസ്തകം രചിച്ചത് റസ്കിൻ ബോണ്ടാണ്. ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗിന് 2025 വേദിയോ? ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് 2025 വേദിയാണ് ബ്രസീൽ. ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് 2025 വേദിയാണ് ബ്രസീൽ. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേയാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് നോർവേയാണ്. ഇന്ത്യയുടെ സ്ഥാനം 151 സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേയാണ്. ഇന്ത്യയുടെ സ്ഥാനം 151 സ്ഥാനമാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പുറത്തിറക്കിയത് ഓസ്ട്രേലിയയാണ്. രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനമാണ് നാനോ. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് നാനോ എന്നുള്ളത് ഏത് കമ്പനിയാണ്? ഗൂഗിൾ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് നാനോ. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരമാണ് കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട് നഗരമാണ്. WHO വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരമാണ് കോഴിക്കോടാണ്. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ അവാർഡിന് 2025 മെയ്യിൽ അർഹനായത് ആരാണ്? ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ അവാർഡിന് അർഹനായത് മൈക്ക് പെൻസ് ആണ്. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ അവാർഡിന് അർഹനായത് മൈക്ക് പെൻസ് ആണ്. 2025 മെയ്യിൽ അബ്ദാലി മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അബ്ദാലി മിസൈൽ ഏത് രാജ്യത്തിന്റെ മിസൈലാണ്? അബ്ദാലി മിസൈൽ എന്നുള്ളത് പാകിസ്ഥാന്റെ മിസൈലാണ്. അബ്ദാലി മിസൈലാണ്. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പിന്റെ പേരാണ് സ്കൈപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പിന്റെ പേരെന്താണ്? സ്കൈപ്പ്. ബഹുരാഷ്ട്ര കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്ത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനമൊഴിഞ്ഞ വ്യവസായിയാണ് വാറൻ ബഫറ്റ് ആണ്
ബഹുരാഷ്ട്ര കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനമൊഴിയാൻ തീരുമാനിച്ച വ്യവസായിയുടെ പേരാണ് വാറൻ ബഫറ്റ്. ഏതാ കമ്പനിയുടെ പേര്? ബെർക്ക്ഷയർ ഹാത്വേയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ച വ്യവസായിയാണ് വാറൻ ബഫറ്റ് ആണ്. 2025 മെയ്യിൽ 15 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനം നടത്തിയ മാലദ്വീപ് പ്രസിഡന്റാണ് മുഹമ്മദ് മുയിസു ആണ്. 15 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനം നടത്തിയ മാലദ്വീപിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് മുയിസു ആണ്. ജീനോം എഡിറ്റഡ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ജീനോം എഡിറ്റഡ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ജീനോം എഡിറ്റഡ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര നാണ്യനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് KV സുബ്രഹ്മണ്യനാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് ആരാണ്? KV സുബ്രഹ്മണ്യനെയാണ് നീക്കം ചെയ്തത്. ഏത് പോസ്റ്റിൽ നിന്നാണ്? അന്താരാഷ്ട്ര നാണ്യനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് KV സുബ്രഹ്മണ്യനാണ് നീക്കം ചെയ്യപ്പെട്ടത്. 2025 ജൂലൈയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് UK. 2025 ജൂലൈയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? അത് UK ആണ്. ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട രാജ്യം UK ആണ്. 2025 മെയ്യിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറൽ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? അത് നിക്കരാഗ്വയാണ്. യുനെസ്കോയിൽ നിന്ന് പിന്മാറൽ പ്രഖ്യാപിച്ച രാജ്യമാണ് നിക്കരാഗ്വ. താങ്ക് യു.